ജൂലൈ 1, 2026 ഈ തീയതിക്ക് ശേഷം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറിയാൽ പോക്കറ്റ് കാലിയാകും. ബാങ്ക് കാർഡുകൾ വെറുതെ കയ്യിൽ വെച്ചാൽ പണി കിട്ടും. ആധാർ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുന്നു. റെയിൽവേ മുതൽ ബാങ്ക് വരെ ജൂലൈയിൽ മാറുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പണവും സമയവും ലാഭിക്കാൻ ഈ വീഡിയോ അവസാനം വരെ കാണുക. നമുക്ക് ഓരോന്നായി കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ആദായ നികുതി റിട്ടേൺ ITR ആണ്. ജൂലൈ 31 അവസാന തീയതി. അവസാന നിമിഷം തിരക്ക് കൂട്ടി തെറ്റുകൾ വരുത്താതെ എത്രയും പെട്ടെന്ന് തന്നെ ITR 1, ITR 2 ഫോമുകൾ പൂരിപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് ഒരു സാധാരണ ശമ്പളക്കാരനാണെങ്കിൽ ഫോം 16 ശ്രദ്ധിച്ച് കൃത്യമായി വരുമാന വിവരങ്ങൾ നൽകണം. ട്രെയിൻ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 1 മുതൽ പിഴവുകൾ കുത്തനെ വർദ്ധിപ്പിച്ചു. ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്താൽ പിഴ 500 രൂപയായി ഉയർന്നു. സ്ത്രീകളുടെ കോച്ചിൽ പുരുഷന്മാർ കയറിയാൽ 2500 രൂപ വരെ പിഴ വരാം. ഉദാഹരണത്തിന് നിങ്ങളുടെ പക്കൽ ജനറൽ ടിക്കറ്റ് ആണെങ്കിൽ സ്ലീപ്പർ കോച്ചിൽ പോകരുത്. നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ആധാർ കാർഡ് ഉള്ളവർക്ക് ജൂലൈയിൽ ഒരു സന്തോഷ വാർത്തയുണ്ട്. ഡിസംബർ വരെ വിവരങ്ങൾ സൗജന്യമായി അപ്ഡേറ്റ് ചെയ്യാം. വിലാസമോ മൊബൈൽ നമ്പറോ തെറ്റാണെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിക്കോളൂ. ഇതിനായി പണ്ട് 75 രൂപ ഈടാക്കിയിരുന്നു. ഇപ്പോൾ അത് വേണ്ട. ബാങ്ക് ഇടപാടുകൾക്ക് ഇത് നിർബന്ധമായതുകൊണ്ട് ഈ അവസരം കൃത്യമായി ഉപയോഗിക്കുക. ഇനി ബാങ്കിംഗ് മാറ്റങ്ങൾ. HDFC റെഗാലിയ ഗോൾഡ് ക്രെഡിറ്റ് കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കുക. എയർപോർട്ടിലെ ലോഞ്ച് സൗകര്യം ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ 60,000 രൂപയെങ്കിലും ചിലവാക്കിയിരിക്കണം. യെസ് ബാങ്ക് കാർഡ് ഉള്ളവർക്ക് ലോഞ്ച് സൗകര്യം ലഭിക്കാൻ ഓരോ പാദത്തിലും 35,000 രൂപ ചിലവാക്കിയിരിക്കണം. നേരത്തെ ഇത് 10,000 ആയിരുന്നു. അതിപ്പോൾ 35,000 ഉയർത്തി. സിറ്റി ബാങ്ക് കാർഡ് ഉള്ളവർ പേടിക്കേണ്ട. ജൂലൈ 15 അത് ആക്സിസ് ബാങ്കിലേക്ക് മാറും. പലിശ നിരക്കുകളിൽ മാറ്റം വരാം. HSBC കാർഡുകളിൽ സർക്കാർ പേയ്മെന്റ്, ഇൻഷുറൻസ്, ഇന്ധനം എന്നിവയ്ക്ക് ഇനി റിവാർഡ് പോയിന്റുകൾ ലഭിക്കില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളെ, ഈ മാറ്റങ്ങളെല്ലാം തന്നെ നമ്മുടെ സുരക്ഷയ്ക്കും സൗകര്യത്തിനും വേണ്ടി ഉള്ളതാണ്. നിയമങ്ങൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് പണവും സമയവും ലാഭിക്കാം. ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിയമങ്ങൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാന വിഷയവുമായി കാണാം. നന്ദി.